എടുത്തു കളയേണ്ട സാഹചര്യം ആ പെൺകുട്ടിക്ക് വന്നു. ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്തു. എന്നിട്ടും തന്റെ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആത്മവിശ്വാസം ചങ്കൂറ്റം മാത്രം കണ്ടുവന്ന സമയത്ത് ആ 4 മക്കളും അമ്മയോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്, അമ്മ ഇത്രയും വരെ കഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് അമ്മ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഇത്ര വരെ കഷ്ടപ്പാടും സങ്കടങ്ങളും കുറ്റപ്പെടുത്തലും മാത്രമേ കേട്ടിട്ടുള്ളൂ. എൻ്റെ മക്കൾ എന്താവാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, കയറിക്കിടക്കാൻ വീടില്ല. പഞ്ചായത്ത് പാസ്സായി കിട്ടിയൊരു വീടായിരുന്നു. ആ വീടിൽ നിന്ന് 4 മക്കളെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് നാട്ടുകാർ കളിയാക്കി ചിരിച്ച അതേ നാട്ടുകാർ കൊണ്ടൊരു കയ്യടി വാങ്ങണമെന്നുള്ള ചങ്കൂറ്റമായിട്ട് 4 മക്കൾ മുന്നോട്ട് പോയി. അതിൽ ആദ്യത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു LED ബൾബിന്റെ ബിസിനസ് തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ LED ബൾബിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് ആദ്യത്തെ പെൺകുട്ടി മാറി. രണ്ടാമതെന്ന് പറയുന്നത് ഏറ്റവും ചങ്കൂറ്റമായിട്ട് പറയാം, ഒന്നുമല്ലാതെ സാധാരണക്കാരായിട്ട് വളർന്നു വന്ന സാധാരണക്കാരുടെ പെൺകുട്ടി കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലോക ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ പോയിട്ടൊരു പെൺകുട്ടി എൻ്റെ രണ്ടാമത്തെ പെങ്ങളായിരുന്നു. പിന്നീട് മൂന്നാമത് വന്ന ഒരു ആൺകുട്ടിയാണ്, വെറും റൂം ബോയ് ആയിട്ടാണ് 15,000 രൂപ റൂം ബോയ് ആയിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ നിന്ന് ഒന്നും ആവാത്ത സമയത്ത് ജോലി എടുക്കണം, ചങ്കൂറ്റം കൊണ്ട് വിജയിക്കണം എന്ന തീരുമാനം എടുത്തുകൊണ്ട് ചിലപ്പോൾ പൈസകൾ കൂട്ടിവെച്ച് ഇന്ന് സൗദി അറേബ്യയിലെ സ്വന്തമായിട്ട് ഹുഡ്ലാൻഡ് കമ്പനിയുടെ സൂപ്പർവൈസറായിട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനി അവിടെ തുടങ്ങി വെച്ചു. ഈ 3 മക്കളും ചെയ്ത കാര്യം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, സ്വന്തമായിട്ട് ആ കളിയാക്കി ചിരിച്ച വ്യക്തിയുടെ മുമ്പിൽ കയ്യടികൾ വാങ്ങണം എന്നുള്ള സംഭവം മാത്രമായിരുന്നു. 4ാമത്തെ വ്യക്തിയുടെ തീരുമാനം, അമ്മ ആഗ്രഹിച്ചത് സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീട് മാത്രമായിരുന്നു. ആ ഒരു വീട് എന്ന് പറഞ്ഞ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാണ് സ്വന്തമായിട്ട് ചങ്കൂറ്റം എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിന് പേര് വിജയ് കടന്ന പ്രോജക്റ്റ് കടന്നു വന്നുകൊണ്ട് തുറന്നു പറയാലോ, വിജയ് കടന്ന പ്രോജക്റ്റിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ 68 ലക്ഷം രൂപയുടെ വീട് ആ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. ചങ്കൂറ്റം ഉണ്ടായി അവരുടെ പേര് ശിവപ്രസാദാണ്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എന്തായാലും ഞാൻ സമയങ്ങൾ കളയില്ല, ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ കുമരകം. ഇന്ന് ഈ കൺസെപ്റ്റിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 6 മാസങ്ങൾക്ക് മേലെയായിട്ടുണ്ട്. എന്നെ ഈ ബിസിനസ്സിലേക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്തിപ്പെട്ടത്. ഒരു ബോച്ചറ്റി കിട്ടുന്ന ഒരു ഷോപ്പിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരക്കിയ സമയത്താണ് ഈ ഒരു ബിസിനസ് എനിക്ക് കയ്യിൽ കിട്ടുകയും അത് ഏറ്റെടുത്ത നിമിഷം മുതൽ ഇന്ന് ഞാൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ബിസിനസ്സിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുകയാണ്. കാരണം എൻ്റെ കൂടെ വന്ന ഒരാളെയെങ്കിലും ഒരു റാങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഏതാനും നാളുകൾക്കകം തന്നെ ഞാൻ അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. ഈ എനിക്ക് പറയാനില്ല, കാരണം എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള എക്സ്പീരിയൻസുകളില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ചങ്കൂറ്റം കൊണ്ട് വന്നിട്ടുള്ളതാണ്. കാരണം നമ്മൾക്കറിയാം, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികർത്താക്കളും നട്ടല് വളച്ചാ കൊടുത്ത് മനുഷ്യന് മാത്രമേ നട്ടൽ ഉയർത്തി കൊടുത്തിട്ടുള്ളൂ. ആ നട്ടല് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാളെ മുമ്പിൽ മുട്ടടിക്കാതെ തല കുനിക്കാതെ നട്ടല് വളയാതെ ചങ്കൂറ്റമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് പേഴ്സണാലിറ്റി തന്നെ പറയണം. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, കരിവീര കേരളത്തിൽ കരുമ്പച്ചക്കാടുകളിൽ കരുത്തുറ്റമറയ കാട്ടാനകൾ മതം പൊട്ടി കൊമ്പം കുലുക്കി വന്നാലും വീരപ്രതാപി നായകന്മാർ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണായി പിറന്നാൽ എന്ത് പൊൻകൊണ്ടു മൂടിയ രാജസിംഹാസനം അരക്കെട്ടിൽ ഉറപ്പിച്ച ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് പേഴ്സണാലിറ്റി ദ ഗ്രേറ്റ് ലീഡർ ശിവ റോയ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. സാറിനെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ഷീബ റോയ് എന്നാണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് വീട്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പാണ് വിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ദൈവസ്പർശമുള്ള അവസരം ഞാൻ കേൾക്കുന്നത്. ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ 3 മേഖലയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റ് 9ാം ക്ലാസ് പറഞ്ഞു. 100 രൂപ പത്രത്തിൽ 9ാം ക്ലാസ്സിൻ്റെ TC ആണുള്ളത്. ഡ്രൈവിങ്ങിന് ലൈസൻസ് എടുക്കാനായിട്ട് പോയപ്പോൾ